ഞാനെന്തു മോശമില്ല. പക്ഷേ ഓന്റെ കണ്ണുകൊണ്ട് മറ്റുള്ളവരൊക്കെ വിരൂപികളാണ്. എന്നിട്ട് ചിന്ത, ഞാൻ നല്ല സ്റ്റൈൽമാനാണ്. നിനക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നീ പിടിച്ച കണ്ണാടി നിന്നോട് പറഞ്ഞു തരും. നീ കയ്യിൽ പിടിച്ച കണ്ണാടി നിനക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലേ എന്ന് നിനക്ക് പറഞ്ഞു തരും. അതേ സമയത്ത് സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നവർ, പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഉപദേശമാണ്. സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നവർ, ഞാൻ മോശമില്ല, എന്റെ സൗന്ദര്യത്തിന് മോശമില്ല, എന്റെ മക്കളുടെ എന്റെ കുടുംബത്തിന്റെ സൗന്ദര്യത്തിന് മോശമില്ല, മറ്റുള്ളവർക്ക് ഇത്ര സൗന്ദര്യമില്ല എന്നുള്ള ചിന്താഗതി ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നുപോയാൽ അതും അല്ലാഹു തആല സ്വർഗ്ഗം കാണൂല എന്ന് പറയുന്ന അഹങ്കാരികളുടെ ഫിർഔനിന്റെ പിൻഗാമികളായിട്ട് നരകത്തിൽ പോകേണ്ടി വരുന്ന സ്വഭാവക്കാരുടെ സ്വഭാവമാണ്. നാലാമതായി പറയുന്നത് ശക്തിയാണ്. ഞാൻ ചിന്തിക്കുന്നു, എനിക്ക് നല്ല മസിലിയുണ്ട്, നല്ല ശക്തിയുണ്ട്, ഞാൻ മോശമില്ല. മറ്റുള്ളവരോട് കാണുമ്പോൾ എനിക്ക് ധിക്കാരമാണ്. മറ്റുള്ളവരെ കാണുന്നത് പൊങ്ങവൻ കാണുന്നത് പുച്ഛത്തോടുകൂടെയാണ്. ഇത് നിന്റെ ആരോഗ്യത്തിലുള്ള അഹങ്കാരമാണ്. പിന്നെ പറയുന്നത് മുതലിലുള്ള അഹങ്കാരമാണ്. എനിക്ക് അല്ലാഹു തആല ധാരാളം മുതൽ തന്നിട്ടുണ്ട്. അല്ലാഹു തആല ധാരാളം മുതൽ തന്നിട്ടുണ്ട്. മുതൽ കൊണ്ട് അഹങ്കരിക്കുന്നവരോട് ഇസ്ലാമിന്റെ താക്കീതാണ്, പാടില്ല കേട്ടോ. ഒരു മനുഷ്യൻ അല്ലാഹു തആല മുതലാളിയാക്കുന്നത് അല്ലാഹു തആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യൻ അല്ലാഹു തആല ദരിദ്രനാക്കുന്നത് അല്ലാഹു തആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലാഹു തആല മുതലാളിയാക്കൂല. ഒരു മനുഷ്യനെ അല്ലാഹു തആല വെറുത്തത് കൊണ്ട് അവനെ ദരിദ്രനാക്കൂല. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ മേഖലകളാണ്, പരീക്ഷണത്തിന്റെ ഭാഗങ്ങളാണ്. ഒരു മനുഷ്യന് മുതൽ വന്നാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖൈറായ ഭാഗത്തേക്ക് അതിനെ ചെലവ് ചെയ്യുന്നു. ഉസ്താദുമാർ വരുമ്പോ അവരുടെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. പള്ളിയുടെ പണി നടക്കുമ്പോ അതിന് വേണ്ടി കൊടുക്കുകയാണ്. മദ്രസയുടെ പണി നടക്കുമ്പോ അതിന് വേണ്ടി കൊടുക്കുകയാണ്. പള്ളിയുടെയും മദ്രസയുടെയും മുറ്റങ്ങൾ നന്നാക്കുമ്പോൾ അതിന് പണക്കാർ ആവശ്യമുണ്ട്, പണക്കാർ ഇവിടെ ആവശ്യമുണ്ട്, പാവങ്ങളും ആവശ്യമുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന സമ്പത്ത് ഒരു മനുഷ്യന് കിട്ടിപ്പോയാൽ അതുകൊണ്ട് മനുഷ്യ അഹങ്കാരം പാടില്ല. മറിച്ച് ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിൽ, ഇസ്ലാം നിന്നോട് കൽപ്പിക്കുന്ന മാർഗങ്ങളിൽ അതിനെ ചെലവഴിച്ചുകൊണ്ട് അല്ലാഹു തന്ന സമ്പത്തിന്, അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെന്നാണ് ഇസ്ലാം നിന്നോട് പറഞ്ഞു തരുന്നത്. എന്നാൽ നാലാമതായി പറയുന്നത് വകസുറത്തിൽ അൻസാർ. ഞാനിപ്പോ മോശമില്ല, എന്റെ പിന്നിൽ കുറെ ആളുകളുണ്ട്, എനിക്ക് കൂക്കുവിളിക്കാൻ കുറെ ആളുകളുണ്ട്, എനിക്കൊരുപാട് അനുയായികളുണ്ട്, എനിക്കൊരുപാട് സഹായികളുണ്ട്. ഞാൻ വിളിച്ചാൽ ഒന്ന് വിളിച്ചാൽ മതി, കൈകൊട്ടിയാൽ മതി, കുറെ ആള് പാഞ്ഞു വരും. പക്ഷേ മറുപക്ഷത്തെ ആളുകളില്ല. അവൻ വിളിച്ചാൽ ആള് വരൂല, അവന്റെ കൂടെ ആളുകളില്ല. എനിക്ക് മോശമില്ല, എന്റെ പിന്നിൽ ധാരാളം ആളുകളുണ്ട്. അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, ഒരു വാർഡ് മെമ്പർ ആവട്ടെ, ഞാൻ പറയുന്നത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഒരു മനുഷ്യൻ അഹങ്കാരം വരുന്നു, അവന്റെ ചിന്ത എന്താണ്? ഞാൻ മോശമില്ല, എനിക്ക് ധാരാളം പ്രജകളുണ്ട്, എനിക്ക് ധാരാളം സഹായികളുണ്ട്, എനിക്കൊരുപാട് അണികളുണ്ട്, എന്റെ പിന്നിൽ സിന്ദാബാദ് വിളിക്കാൻ എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. സിന്ദാബാദ് നിങ്ങൾ കേട്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാരുടെ സിന്ദാബാദ്. നമ്മളാരും ഒറ്റക്കല്ല, ലക്ഷം ലക്ഷം പിന്നാലെ. ചിലപ്പോ പിന്നിൽ ഒരാളുണ്ടാവും, മറുഭാഗത്ത് വിളിക്കുന്നുണ്ടാവും, ലക്ഷണം കെട്ടവൻ മുന്നാലെ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കണം,
നമ്മൾ അംഗീകരിക്കുന്ന ആളുകൾ നമുക്കുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യൻ ഒരു ഉസ്താദാണെങ്കിലും ശരി, ഒരു സാധാരണക്കാരനാണെങ്കിലും ശരി, ഒരു നേതാവാണെങ്കിലും ശരി, അനുയായികളെ കൊണ്ടുള്ള അഹങ്കാരം അത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ, അത് ഹറാമായ അഹങ്കാരമാണ്. അത് പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അതേ സമയത്ത് വൽ ആബിദു ബി ഇബാദത്തിഹി വ സഹാദത്തിഹി, കൃത്യമായി നിസ്കരിക്കുന്നവർ, ആബിദായ ദിക്ർ ചൊല്ലുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഒരുപാട് സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന ആബിദായ മനുഷ്യൻ അവന്റെ ഇബാദത്ത് കൊണ്ട് അഹങ്കരിക്കുകയാണ്. ഇബാദത്ത് സ്വീകാര്യമല്ല. അതേ സമയത്ത് വൻ നസീബു ബി നസബി ബിസബബി നസബിഹി, വലിയ തറവാടുള്ള കുടുംബമുള്ള മനുഷ്യൻ കുടുംബം വെച്ചിട്ട് അഹങ്കരിക്കുകയാണ്. എന്റെ കുടുംബം അങ്ങനെയാണ്, എന്റെ ബാപ്പാന്റെ തറവാട് അങ്ങനെയാണ്, എന്റെ ഉമ്മയുടെ തറവാട് ഇങ്ങനെയാണ്. സാധാരണക്കാരെ മുൻപിൽ തറവാടിത്തം പറയുന്ന മനുഷ്യ, തറവാട് കൊണ്ട് അഹങ്കാരം പാടില്ല. മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ശറഫാക്കപ്പെട്ട ശരീരം ആ ഖബറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയപ്പോ ഇതാരുടെ ഖബറാണെന്നറിയുമോ? ഇത് ആരുടെ ജനാസയാണെന്നറിയുമോ? ഖബറേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഖബറാണ്. പ്രിയപ്പെട്ട മകളുടെ ഖബർ കൊണ്ടുപോകേണ്ട ഖബറാണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ജനാസയാണ്. ഖബർ പറയുന്നില്ലേ, ഇവിടെ തറവാടിത്തമില്ല, ഇവിടെ പൊങ്ങച്ചമില്ല, ഇവിടെ പണത്തിന് സ്ഥാനമില്ല, ഇവിടെ സൗന്ദര്യത്തിന് സ്ഥാനമില്ല, സ്ഥാനത്തിന് സ്ഥാനമില്ല, ഇവിടെ മേധാവിത്വമില്ല. മുഅ്മിനായിട്ട് ജീവിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് അതേ കലിമത്തോടുകൂടി മരണപ്പെട്ടോ, ഇവിടെ രക്ഷയുണ്ട്. അല്ലാതെ തറവാടിത്തത്തിന് ഇവിടെ രക്ഷയില്ല. തറവാടിത്തം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തറവാട് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. വൽ ജമീലു യതഫാഖറു ബിജമാലിഹി അലദ്ദമീമി, നല്ല അഴകുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അഴകുള്ള ഒരു പെണ്ണ് അവരുടെ അഴക് കൊണ്ട് ഇവിടെ അഹങ്കരിക്കുകയാണ്. എന്നാൽ അതും ഹറാമായ മേഖലയാണ്. അതേ സമയത്ത് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അതേ സമയത്ത് ഇതൊക്കെ ഒരു മനുഷ്യന് അഹങ്കാരം വരുന്ന മേഖലകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കർശനമായ ഭാഷയിൽ നമ്മോട് താക്കീത് ചെയ്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയ മേഖലകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കിബറിന്റെ കൂട്ടത്തിൽ, അഹങ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയതാണ്, വളരെ അപകടം പിടിച്ച ഏറ്റവും വലിയ അഹങ്കാരമാണ്, ഏറ്റവും വലിയ കിബറാണ്. അല്ലാഹു തആലയോട് കിബർ കാണിക്കുക എന്നുള്ളത് അതാണ് ഫിർഔന് ചെയ്തത്. അന റബ്ബുകുമുൽ അഅ്ലാ എന്നല്ലേ ഫിർഔന് പറഞ്ഞത്. ഫിർഔൻ അല്ലാഹുവിന്റെ ആരാധനയിലേക്ക്, തൗഹീദിലേക്ക് ഫിർഔനിനെ മൂസാ നബി വിളിച്ചപ്പോ ഫിർഔന് പറഞ്ഞത് എന്താ? അല്ലാഹു തആലയോടാണ് കിബർ പറഞ്ഞത്. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് മേലയായ റബ്ബ് എന്നല്ല പറഞ്ഞത്. അത് അല്ലാഹു തആലയോടുള്ള അഹങ്കാരമാണ്. അതാണ് അല്ലാഹു തആല അത് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ, എനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ, എന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ അഹങ്കരിക്കുന്നവരെ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, 5 പൈസക്ക് വിലയില്ലാതെ വളരെ നിന്ദരായിട്ടാണ് നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. അത് അല്ലാഹു തആലയോട് കാണിക്കുന്ന ധിക്കാരമാണ്. എന്നാൽ പ്രവാചകന്മാരോട് കാണിക്കുന്ന ധിക്കാരങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റിസാലത്തുമായിട്ട് പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് നബി തങ്ങൾ വിളിക്കാൻ വേണ്ടി
വേണ്ടി അല്ലാഹു തആല നബുവത്ത് നൽകിയിട്ടയച്ചപ്പോ മക്ക കാഫിരീങ്ങൾ പറഞ്ഞില്ലേ, മക്കയുടെ കാഫിരീങ്ങൾ പറഞ്ഞില്ലേ, നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഇൻ അൻതും ഇല്ലാ ബശർ, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണ്, നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. എന്നിട്ട് മക്കക്കാരായ ഖുറൈശികൾ പറഞ്ഞില്ലേ, അങ്ങനെ അല്ലാഹു തആല പ്രവാചകനാക്കിയിട്ട് ഒരാളെ അയക്കുമായിരുന്നുവെങ്കിൽ ലൗലാ നുസില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ മുഹമ്മദിന്റെ തറവാടിനേക്കാൾ നല്ല തറവാടിത്തമുള്ളവരുണ്ട്, നല്ല കുടുംബമുള്ളവരുണ്ട്, നല്ല പവറും പത്രാസവും ഉള്ളവരുണ്ട്. ഈ നാട്ടിൽ കേളികേട്ട 2 കുടുംബങ്ങൾ ഉണ്ട്. അവരാരെയാണ് സൂചിപ്പിക്കുന്നത്? മക്കയിൽ താമസിക്കുന്ന വലീദ് ഇബ്നുൽ മുഗൈറയെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ത്വായിഫിൽ താമസിക്കുന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫിയെ സൂചിപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അങ്ങനെ ഒരാളെ പ്രവാചകരായി നിയോഗിക്കുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലീദിനെയാണ് നിയോഗിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഉർവത്തിനെയാണ് അവർ അല്ലാഹു തആല അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ സാധുക്കളിൽ സാധുവായ ഈ മുഹമ്മദിനെയാണോ? ഇത് റിസാലത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ധിക്കാരത്തിന്റെ വാക്കുകളാണ്, നുബുവത്തിനെ എതിർത്തുകൊണ്ടുള്ള കിബറിന്റെ വാക്കുകളാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ വലീദ് ഇബ്നു മുഗൈറത്ത് എന്ന് പറയുന്ന മനുഷ്യൻ കാഫിറായിട്ട് തന്നെ ചത്തുപോയിട്ടുണ്ട്. രണ്ടാമത്തെ ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശേഷം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇത് നുബുവത്തിനും റിസാലത്തിനും എതിരെ വന്ന കിബറായിരുന്നു, അഹങ്കാരമായിരുന്നു. അല്ലാഹു തആല ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. അല്ലാഹു തആല പൊറുക്കുന്ന വിഷയമേ അല്ല. അതുകൊണ്ട് കിബർ പാടില്ല, അഹങ്കാരം പാടില്ല. അത് അല്ലാഹു തആലയോട് യോജിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആലയുടെ വിശേഷണത്തിൽ കൈകടത്തലാണ്. അതുകൊണ്ട് കിബർ ഇല്ലാതിരിക്കാൻ വേണ്ടി, അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടി ധാരാളം മെഡിസിനുകൾ ഉണ്ട്, ധാരാളം ട്രീറ്റ്മെന്റുകൾ അതിനുണ്ട്, ധാരാളം വഴികളുണ്ട്. ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, കിബർ ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ വ്യക്തമായ 1-2 കാര്യങ്ങൾ. ഒന്ന് എന്താണെന്നറിയുമോ? ഒന്ന് അല്ലാഹു തആലയെ മനസ്സിലാക്കുക. അത് ഖൽബിൽ നിന്ന് കിബറിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മേഖലയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചൊന്ന് ഗവേഷണം ചെയ്താൽ അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. അല്ലാഹുവിനെ കണ്ടെത്തിയാൽ ഈമാൻ ഉറച്ചു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ അറിഞ്ഞിട്ട് ജീവിക്കണം. രണ്ടാമത്തെ വഴി എന്താണെന്നറിയുമോ? വൽ അമലിയു. രണ്ടാമത് പ്രവർത്തനപരമായ കാര്യമാണ്. പ്രവർത്തനപരമായ കാര്യം എന്താണ്? എല്ലാവരോടും താഴ്മയോടുകൂടി ജീവിക്കുക. ഞാനൊന്നും കൊള്ളാത്തവനാണ്, ഞാനൊരു പൈസക്ക് വിലയില്ലാത്തവനാണ്, മറ്റുള്ളവരെല്ലാം നല്ലവരാണ്. എന്റെ ചിന്ത എന്താണ് വേണ്ടത്? ഞാനൊന്നും കൊള്ളാത്തവരാണ്, ഞാൻ എങ്ങനെ ദുആ ചെയ്യുകയാണ്. എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിന് പകരം നമ്മുടെ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യുമ്പോ ഉത്തരം കിട്ടുമല്ലോ എന്നുള്ള ചിന്തയാണ് എനിക്ക് വേണ്ടത്. സ്വന്തം ചെറുതായി കണ്ടുകൊണ്ട് മറ്റുള്ളവരെ വലുതായി കാണലാണ്. അതാണ് പ്രവർത്തനപരമായിട്ട് കിബറിനെ തടയേണ്ട രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ആണത്. നിന്റെ സ്വഭാവം നന്നാക്കുക, പാടെ കിബറിനെ തൂത്തെറിയുക, ആ താഴ്മയോടുകൂടി ജീവിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കിബറിനെ തൂത്തെറിയാൻ വേണ്ടി പ്രവർത്തന മേഖലയിൽ കൊണ്ടുവന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. എന്തിനു വേണ്ടി? പ്രവാചകനാകുമ്പോ ഒരുപക്ഷെ സ്വന്തം കിബറില്ലെങ്കിലും കിബറിനാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. എന്താണത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒന്ന് കണ്ണോളിച്ചാൽ യുആലിജു അഅമാല ബൈതിഹി, വരന്റെ എല്ലാ പണിയും നബി തങ്ങൾ എടുക്കും. നമ്മളെ പരന്റെ പണിയെല്ലാം നബി തങ്ങൾ എടുക്കും. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ പുല്ല് വരിക്കുന്നവരുണ്ട്, കല്ല് പറക്കുന്നവരുണ്ട്,
പരയുടെ പണിയെല്ലാം എടുക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണത്. കിബ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വലിയ ഒരു വഴിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുവേല ചെയ്യും. എന്നിട്ട് പറയുന്നു യഅലിഫുൻ നാളിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലികൾക്ക് തീറ്റ കൊടുക്കും. കാലികൾക്ക്, ഒട്ടകങ്ങൾക്കും ആടുകൾക്കും തീറ്റ കൊടുക്കും, പുല്ല് കൊടുക്കും. വയഖിലുൽ ബഈർ, കറക്കും, ഒട്ടകങ്ങളെ കറക്കും, ആട് കറക്കും, പാല് കറക്കും. വയഖുമുൽ ബൈത, വീട് അടിച്ചു വാരും. ആരാ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് പറയുന്നത്. യഖുമുൽ ബൈത, വീട് അടിച്ചു വാരും. നിങ്ങളെ കൂട്ടത്തിലെ പൊര അടിച്ചോർ ആരെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ടോ? പൊരല് നമ്മളെ പൊരക്കർത്തിയല്ലേ, എപ്പോഴും ഞാൻ അടിക്കുന്നില്ലേ? നിങ്ങൾ ഒന്ന് അടിക്കുക. നമ്മ പൊരടിക്കുന്നവരാകണം, പരവൃത്തിയാക്കുന്നവരാകണം. എല്ലാം അവർക്ക് നാം വിട്ടുകൊടുക്കുന്നവരാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് അടിച്ചു വാരും. വയഹ്ലിബു ശാത്ത, ആട് കറക്കും. വയഖ്സിഫുൻ നഅല, ചെരുപ്പ് തുന്നും. ചെരുപ്പ് തുന്നും. നമ്മ ഒരു ചെരുപ്പ് പൊട്ടിയാൽ തുന്നുന്ന പണിയില്ല. കാരണം ഇപ്പൊ തുന്നുന്നതിന് ഞാൻ കാസർഗോഡ് ചോദിച്ചു ചെരുപ്പ് തിന്നതിന് എത്ര? അപ്പൊ ചെല്ലു 100 റുപ്യ. അപ്പുറത്ത് 50 റുപ്യക്ക് ചെരുപ്പുണ്ട്. അപ്പുറത്ത് 50 റുപ്യക്ക് ചെരുപ്പുണ്ട്. നമുക്കൊരു സ്വഭാവമുണ്ട്, ഒരു ചെരുപ്പ് പൊട്ടിയാൽ ഒരു പക്ഷേ രണ്ടാമത്തെ ചെരുപ്പ് കിട്ടുന്നത് വരെ ഒരു ചെരുപ്പിന് എറിഞ്ഞിട്ട് മറ്റേ ചെരുപ്പിൽ നടക്കും. അല്ലെങ്കിൽ പൊരയിലേക്ക് കയറിയപ്പോ ഒരു ചെരുപ്പ് കിട്ടി, മറ്റൊരു ചെരുപ്പ് അപ്പുറം തെറിച്ചു പോയിട്ടുണ്ട്. കക്കൂസിൽ നിന്ന് പുറത്തു വരുമ്പോ കക്കൂസിന്റെ അകത്തേക്ക് ചെരുപ്പിട്ട് പോകൽ സുന്നത്തുണ്ട്. കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു ചെരുപ്പില്ല, ഒന്ന് അടുത്തുണ്ട്, ഒന്ന് ദൂരത്തുണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ചെരുപ്പ് വെച്ച സ്ഥലത്ത് തന്നെയുണ്ട്, മറ്റേ ചെരുപ്പ് ഇങ്ങോട്ട് തെറിച്ചു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒറ്റ ചെരുപ്പിൽ നടക്കാൻ പാടില്ല. ഒറ്റ ചെരുപ്പിൽ നടക്കാൻ പാടില്ല. ഒരു ചെരുപ്പ് പൊട്ടിപ്പോയാൽ 2 ചെരുപ്പും അവിടെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു ചെരുപ്പിനെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ ചെരുപ്പ് കിട്ടുന്നത് വരെ അങ്ങോട്ട് നീങ്ങണം. ഒറ്റ ചെരുപ്പിൽ നടക്കാൻ പാടില്ല. ഇസ്ലാം കറാഹത്താക്കിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചെരുപ്പ് തുന്നുന്നവരായിരുന്നു. വസ്ത്രം തുന്നും. ഇങ്ങനെ ടൈലറിന്റെ പണിയെടുത്തിരുന്നല്ല അതിന്റെ അർത്ഥം. വസ്ത്രം കീറിപ്പോയാൽ കണ്ടം വെച്ചിട്ട് വസ്ത്രത്തിനെ അടിക്കും, കഷ്ണം വെച്ചിട്ട് വസ്ത്രത്തിനെ തുന്നും. വീട്ടിലെ വേലക്കാരോട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. നമ്മളെ പുരക്ക് വന്ന പണിക്കാരോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ടോ? മുഅ്മിനീങ്ങളെ, അത് വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അത് വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. വേലക്കാരോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. വയസ്തരി ശൈഅ മിനസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോയിട്ട് സാധനം എടുത്തിട്ട് തലയിൽ കൊണ്ടുവരും. തലയിൽ വെച്ചിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുവരും. വീട്ടു സാധനങ്ങൾ കൊണ്ടുവരുമ്പോ അവിടെ ഒരുപാട് കിബർ ഒഴിവായി പോകും. ഞാൻ വലിയ ആളല്ലേ, കെട്ടും പിടിച്ചിട്ട് പുറത്തേക്ക് പോകും, പുരക്ക് പോകുമ്പോ അതൊരു കുറവല്ലേ എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നു പോയാൽ അവൻ കിബറനാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് വയസ്തരി ശൈഅ മിനസ്സൂഖ്, അങ്ങാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങും. വയഹ്മിലുഹു ഇലാ അഹ്ലിഹി, വീട്ടിലേക്ക് സ്വന്തം കൊണ്ടുപോകും. മറ്റുള്ളവരെ കൊണ്ടുപോകാൻ ഏൽപ്പിക്കൂല, സ്വന്തം കൊണ്ടുപോകും. വയുസാഫിഹുൽ ഗനിയ വൽ ഫഖീറ വസ്സഗീറ വൽ കബീറ, എല്ലാവർക്കും കൈ കൊടുക്കും. അല്ലാതെ പണക്കാരെ കാണുമ്പോൾ മാത്രം ഒരു കൈ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുമ്പോൾ മാത്രം ഒരു കൈ, അല്ലെങ്കിൽ കുറച്ച് നല്ല ഉഷാറുള്ളവരെ കാണുമ്പോൾ മാത്രം ഒരു കൈ, അങ്ങനെ വ്യത്യാസമില്ല. പണക്കാരായാലും പാവപ്പെട്ടവരായാലും മുതലാളിയായാലും കറുത്തവനായാലും വെളുത്തവനായാലും പാവപ്പെട്ടവനായാലും ദരിദ്രനായാലും ആലിമായാലും പാപരനായാലും സാധാരണക്കാരായാലും ചെറിയവനായാലും വലിയവരായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുസാഫിഹുൽ ഗനിയ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണക്കാർക്ക് കൈ കൊടുക്കുന്നത് പോലെ
ദരിദ്രർക്കും ഒന്ന് കൈ കൊടുക്കും, ചെറിയവർക്കും കൈ കൊടുക്കും, വലിയവർക്കും കൈ കൊടുക്കും. മാത്രമല്ല ഇതൊക്കെ കണ്ടിട്ട് പാഠം ഉൾക്കൊണ്ട ബഹുമാനപ്പെട്ട സ്വഹാബ അതേ ചര്യയിലൂടെ ജീവിച്ചിട്ട് ഇതേ സന്ദേശം പിൻഗാമികൾക്ക് കൈമാറി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, എല്ലാവരോടും നല്ല മാപ്പുള്ള സ്വഭാവം വേണം, താഴ്മയുള്ള സ്വഭാവം വേണം, അഹങ്കാരം പാടില്ല. ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ മാപ്പ് ചെയ്തു കൊടുക്കണം. മാപ്പ് ചെയ്തു കൊടുക്കൂല എന്നുള്ളത് കിബറന്മാരുടെ സ്വഭാവമാണ്. ഒരു മനുഷ്യന് താഴ്മ ചെയ്തു കൊടുത്താൽ, ഒരു മനുഷ്യന് മാപ്പ് ചെയ്തു കൊടുത്താൽ, മാസാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ഒരു മനുഷ്യൻ മാപ്പ് ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുത്ത മനുഷ്യന് പ്രതാപത്തെ അല്ലാതെ ഏറ്റൂല. മാത്രമല്ല ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ താഴ്മ ചെയ്താൽ അല്ലാഹു തആല അവനെ ഉയർത്തുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വിഷയത്തിന്റെ പല ഭാഗങ്ങളും ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന ദിവസം ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് റജബ് മാസം വരും, ശഅബാൻ മാസം വരും, റമളാൻ മാസം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടിയ സമയത്തൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കാനും പറയാനും പഠിക്കാനുമുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് രണ്ടാമത് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാവിനെ നല്ലോണം സൂക്ഷിക്കണം. റമളാൻ മാസമാണ് വരുന്നത്. നമ്മുടെ നാവിനെ നല്ലോണം സൂക്ഷിക്കണം. നാവ് കൊണ്ട് ഒരാളെയും ഒന്നും പറഞ്ഞുകൂടാ. നമ്മൾ നഷ്ടപ്പെട്ടു പോകും, നികത്താൻ പറ്റാത്ത നഷ്ടം. ഒരു വ്യഭിചാരി വ്യഭിചരിച്ചു, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കാൻ തയ്യാറായി. ഒരു കള്ളു കുടിക്കുന്ന മനുഷ്യൻ കള്ളു കുടിച്ചു, കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പാതിരാത്രിയിൽ അല്ലാഹു തആലയോട് കരഞ്ഞു ദുആ ചെയ്തു. അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതേ സമയത്ത് എത്ര വലിയ കുറ്റം ചെയ്ത മനുഷ്യനാണെങ്കിലും ശിർക്ക് അല്ലാത്ത എല്ലാ കുറ്റങ്ങളും അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുമ്പോൾ, ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവനെ പൊരുത്തപ്പെടിക്കലല്ലാതെ അതിന് പോൻ വഴിയില്ല. അതിനെ നാളെ ദിർഹം കൊടുക്കാനോ ദീനാറ് കൊടുക്കാനോ ലക്ഷങ്ങൾ മുടക്കാനോ ആഖിറത്തിൽ കഴിയില്ല. പിന്നെ നമ്മൾ ചെയ്ത നന്മകൾ മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുക്കും. കൊടുത്തിട്ട് തീർന്നുപോയാൽ അവർ കള്ളു കുടിച്ചതൊക്കെ നമ്മുടെ പേരിൽ എഴുതും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ആരെയും തമാശയാക്കരുത്, ആരെയും തമാശയാക്കരുത്. മുസ്ലിമിന്റെ പണിയല്ല, മുന്നിലും പാടില്ല പിന്നിലും പാടില്ല, അത് സൂചനയിലൂടെയും പാടില്ല, അത് ആംഗ്യത്തിലൂടെയും പാടില്ല. ഒരു മനുഷ്യനെ കള്ളു കുടിക്കുന്നതായിട്ട് കണ്ടാൽ ആ കള്ളു കുടിച്ച മനുഷ്യനെ കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ആക്ഷേപിച്ചു പോയാൽ ഈ ആക്ഷേപിച്ച മനുഷ്യൻ, നിങ്ങൾ നോക്ക്, വളരെ ചിന്തിക്കേണ്ട ഒരു വചനമാണ് മുത്തുനബിയുടെ ഈ വചനം. ഒരു കള്ളുകുടിയനായ മനുഷ്യനെ കള്ളുകുടിക്കുന്നത് കണ്ടിട്ട് കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് കള്ളുകുടിക്കാതെ മരിക്കൂല. ഏതൊരു കുറ്റമാണെങ്കിലും ശരി, ആ കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് ആ കുറ്റം ചെയ്തിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുപോലെ മനുഷ്യന്മാരെ തമാശയാക്കുന്ന സ്വഭാവം പാടില്ല, കൂട്ടുപേര് വിളിക്കുന്ന സ്വഭാവം പാടില്ല. ഇതൊക്കെ ദുസ്വഭാവങ്ങളാണ്. പറ്റാത്ത പേരുകൾ പറയുക, പിന്നിൽ തമാശയാകുക, അവൻ ഇഷ്ടമില്ലാത്തത് പറയുക, ഇതൊക്കെ നാവിന്റെ അപകടങ്ങളാണ്. അപകടങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി ജീവിക്കണമെന്ന് എന്നോടും നമ്മളോടും വസിയത്ത് ചെയ്തു